സർവ്വസജ്ജമാകുന്നതോടെ മനുഷ്യരിൽ പകുതിയും പണിയില്ലാത്തവരാകുമോ? യുവാൽ നോവ ഹരാരി എന്ന ഇസ്രയേലി എഴുത്തുകാരൻ്റേതുൾപ്പെടെയുള്ള പ്രവചനങ്ങളാണ് ഇക്കാര്യത്തിൽ സംഭ്രമജനകമായി പ്രചരിക്കുന്നത്. മോട്ടോർ വണ്ടികൾ വരുന്നതിന് മുൻപ് മനുഷ്യന്റെ വാഹനം കുതിരകളായിരുന്നു. ആ കുതിരകൾക്ക് വാഹനങ്ങളെക്കാൾ വേഗത്തിൽ ഓടാൻ കഴിഞ്ഞില്ല. വാഹനങ്ങളെക്കാൾ കൂടുതൽ ഭാരം വഹിക്കാനും കഴിഞ്ഞില്ല. സ്വയം അപ്ഗ്രേഡ് ചെയ്യാൻ കഴിയാത്തതിനാൽ കുതിരകളും കഴുതകളും അപ്രസക്തരായി. അതുപോലെ AI വരുന്നതോടെ മനുഷ്യരും അപ്രസക്തരാകുമോ? സത്യം പറയട്ടെ, ആരംഭിക്കുന്നു. AI വരുന്നതോടെ കണ്ടന്റ് ഉണ്ടാക്കുന്നവരാണ് തീർത്തും അപ്രസക്തരാകുന്നത് എന്നാണ് ആദ്യത്തെ കണ്ടെത്തൽ. പിന്നെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരും കോഡിംഗ് ചെയ്യുന്നവരും. ഓഫീസ് മാനേജ്മെന്റ് പൂർണ്ണമായും AI ഏറ്റെടുക്കും. ബാങ്കിംഗ് മേഖലയിൽ ആരും ആവശ്യമില്ലാത്തതിനാൽ അവിടെ ചായ വാങ്ങിക്കൊടുക്കാനുള്ള ജോലി പോലും ഇല്ലാതാകും. മനുഷ്യൻ ചിന്തിക്കുന്നതിനേക്കാൾ വേഗം. അക്ഷരത്തെറ്റോ ടൈപ്പോ എന്ന് വിളിക്കുന്ന ടൈപ്പിംഗ് തെറ്റുകളോ ഉണ്ടാകില്ല. ലേഖനങ്ങളും വൈജ്ഞാനിക ഗ്രന്ഥങ്ങളും പാഠപുസ്തകങ്ങളും ഇങ്ങനെ എഴുതിക്കൂട്ടാൻ AIക്ക് കഴിയും. മനുഷ്യൻ 3-4 വർഷം കൊണ്ട് എഴുതുന്നത് 30 മുതൽ 40 സെക്കൻഡ് കൊണ്ടാണ് AI സൃഷ്ടിക്കുന്നത്. ക്ലിക്കപ്പും ChatGPTയും കോപ്പി AIയും ജാസ്പറുമെല്ലാം പൂർണ്ണതോതിൽ സജ്ജമായിക്കൊണ്ടിരിക്കുകയാണ്. ഇവ സജ്ജമായാൽ പിന്നെ വലിയൊരു പങ്ക് ഡാറ്റ എൻട്രിക്കാരും വൈജ്ഞാനിക എഴുത്തുകാരും അപ്രസക്തരാകാം. മനുഷ്യർ ഇതുവരെ ചിന്തിച്ചു കിട്ടിയ വിവരങ്ങളല്ലേ AIക്ക് പകർത്തി നൽകാൻ കഴിയൂ? ആ വിവരങ്ങൾ ഉപയോഗിച്ച് പുതിയ ചിന്തകൾ ഉണ്ടാക്കാൻ കഴിയുമോ? ഇതാണ് AIയെ ഭയക്കേണ്ടതില്ല എന്ന് പറഞ്ഞിരുന്നവർ ആദ്യഘട്ടത്തിൽ ഉയർത്തിയ വാദങ്ങൾ. AIക്ക് മനുഷ്യന്റെ ചിന്തകൾ പോകാത്ത വഴികളിൽ കൂടിയും സഞ്ചരിക്കാൻ കഴിയുമെന്നാണ് സ്ഥിരീകരണം. ഇതുവരെ മനുഷ്യൻ കണ്ടെത്താത്ത എളുപ്പമാർഗം തുറന്നിടാനും കഴിയും. AIയുടെ അടുത്ത ഘട്ടം മനുഷ്യനേക്കാൾ വേഗത്തിൽ പുതിയ പാതകൾ വെട്ടുക എന്നതാണ്. അതോടെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് മാത്രമല്ല, സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരും അഡ്മിനിസ്ട്രേഷൻ വിഭാഗക്കാരുമെല്ലാം അപ്രസക്തരാകാം. 20 കോടി തൊഴിലിനെ നേരിട്ടും 20 കോടി തൊഴിലിനെ പരോക്ഷമായും ബാധിക്കും. അങ്ങനെ AI സജ്ജമാകുന്നതോടെ 40 കോടി തൊഴിൽ പ്രതിസന്ധിയിലാകാം. 850 കോടി മനുഷ്യർ മാത്രമുള്ള ഭൂമിയിൽ അതൊരു വലിയ സംഖ്യയാണ്. 80 വർഷം മുൻപ് നാടെങ്ങും ടൈപ്പ് റൈറ്റിംഗ് പഠന കേന്ദ്രങ്ങൾ സജീവമായി. 25 വർഷം മുൻപ് അവ പൂർണ്ണമായും ഇല്ലാതായി. ടൈപ്പ് റൈറ്റർ നിർമ്മിക്കുന്ന ഒറ്റ കമ്പനി പോലും ഇപ്പോൾ ലോകത്തിലില്ല. ടൈപ്പ് റൈറ്റിംഗ് പഠിച്ചതുകൊണ്ട് ഒരു തൊഴിലും കിട്ടുകയുമില്ല. 1990 മുതൽ നാടെങ്ങും ടെലിഫോൺ ബൂത്തുകൾ സജീവമായി. നല്ലൊരു വിഭാഗം പെൺകുട്ടികളും ഭിന്നശേഷിക്കാർക്കുമൊക്കെ വലിയ തൊഴിലവസരമായി അത് പ്രകീർത്തിക്കപ്പെട്ടു. സന്നദ്ധ സംഘടനകൾ ടെലിഫോൺ ബങ്കറുകൾ സംഭാവന ചെയ്ത് താഴെ തട്ടിലുള്ളവരെ പിടിച്ചുയർത്തിയെന്ന് മേനി നടിച്ചു. 15 മുതൽ 20 വർഷം കൊണ്ട് അത് അവസാനിച്ചു. ബൂത്തുകൾ അടച്ചു. എല്ലാവരുടെയും കൈകളിൽ ഫോൺ എത്തി. ഒടുവിൽ വീടുകളിലെ ഫിക്സഡ് ലൈൻ ഫോൺ പോലും അപ്രസക്തമായി. ഇതിനിടെ 10 വർഷത്തിൽ താഴെ മാത്രം നിലനിന്ന വ്യവസായമാണ് ബേസിക് ഫോണുകളുടേത്. ടൈപ്പ് റൈറ്ററുകൾക്കൊപ്പം അവയുടെ അറ്റകുറ്റപ്പണി നടത്തുന്നവർക്കും പണി പോയി. അതുപോലെ ബേസിക് ഫോണുകൾക്കൊപ്പം അതിന്റെ അറ്റകുറ്റപ്പണി നടത്തിയിരുന്നവരും വഴിയാധാരമായി. അങ്ങനെ പണി കിട്ടിയതും പോയതും ഒന്നിച്ചായിരുന്നു. തൊഴിൽ മേഖല ഇല്ലാതാകുന്നത് ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല. ട്രാക്ടറുകളും ടില്ലറുകളും വന്നപ്പോൾ പണി പോയത് മനുഷ്യനായിരുന്നില്ല, കാളകൾക്കും പോത്തുകൾക്കുമായിരുന്നു. നടിയിൽ കൊയ്ത്ത് യന്ത്രങ്ങൾ പണി കളഞ്ഞു എന്ന് പറയാൻ കഴിയാത്ത ഒരു ഘട്ടത്തിലാണ് വന്നത്. കൊയ്ത്തിനും നടിയിലിനും ആളില്ലാതെ വന്നപ്പോഴാണ് യന്ത്രങ്ങൾ വ്യാപകമായി ഉപയോഗിച്ചു തുടങ്ങിയത്. എന്നാൽ AI വരുന്നത് മറ്റൊരു വിഷമസന്ധിയിലാണ്. ഓട്ടോമേഷൻ സാധ്യതയുള്ള ജോലികളാണ് ആദ്യഘട്ടത്തിൽ കുത്തനെ ഇല്ലാതായത്. ടിക്കറ്റ് റിസർവേഷൻ, ബാങ്കിംഗ്, ഡാറ്റ എൻട്രി, ഇങ്ങനെ പോകുന്നു പൊടുന്നനെ അപ്രസക്തമായ തൊഴിലുകൾ. തൊട്ടടുത്ത് വന്നത് ഗ്രാഫിക്സ് മേഖലയിലെ ജോലികളാണ്. 3Dയും അനിമേഷനും എല്ലാം AI ചെയ്യാൻ തുടങ്ങിയതോടെ സർഗപ്രതിഭയുള്ള വളരെ കുറച്ചു പേർക്ക് മാത്രമേ ഗ്രാഫിക്സ് മേഖലയിൽ സാധ്യതയുള്ളൂ എന്ന നില വന്നു. അടുത്തതായി പണി നഷ്ടമായത് വിവാഹ വീഡിയോ ഉൾപ്പെടെ ചെയ്യുന്ന സാധാരണ വീഡിയോ എഡിറ്റർമാർക്കാണ്. വീഡിയോകൾ ഏതൊരാൾക്കും കൂട്ടിയൊട്ടിക്കാവുന്ന വിധം ആപ്പുകൾ വന്നു. നന്നായി പ്രോംപ്റ്റ് ചെയ്യാൻ അറിയുക എന്നത് മാത്രമായി ഇപ്പോഴത്തെ കണ്ടന്റ് ക്രിയേഷൻ, ഗ്രാഫിക്സ്, വീഡിയോ എഡിറ്റിംഗ് ജോലികൾ. കുറുക്കിക്കൊള്ളുന്ന നിർദ്ദേശം നൽകിയാൽ പണിക്കുറ്റം തീർന്ന വീഡിയോകൾ വരുമെന്ന നിലയായി. ഗ്രാമർലി പോലുള്ള AI അനുബന്ധ സോഫ്റ്റ്വെയറുകൾ വന്നതോടെ വ്യാകരണം അറിയാവുന്ന പണ്ഡിതന്മാർ ആവശ്യമില്ലാതായി. AI വന്ന ശേഷം തൊഴിൽ തിരയുന്നവരുടെ എണ്ണത്തിലുണ്ടായ കയറ്റമുണ്ട്. 10 മുതൽ 25 വർഷം വരെ പരിചയമുള്ള കണ്ടന്റ് ക്രിയേറ്റർമാർ ജോലി അന്വേഷിച്ച് നടക്കുന്നതിൽ ഉണ്ടായ വർധന 73%. തൊഴിൽ തേടി നടക്കുന്ന എഞ്ചിനീയർമാരുടെ എണ്ണത്തിലുണ്ടായ വർധന 45%. സോഫ്റ്റ്വെയർ ഡെവലപ്പർമാർ, ആപ്പ് ഡെവലപ്പർമാർ, വെബ് ഡെവലപ്പർമാർ എന്നിവരെല്ലാം തൊഴിൽ തേടി നടക്കുകയാണ്. എഞ്ചിനീയർമാർക്ക് താൽക്കാലിക തിരിച്ചടി ഉണ്ടെങ്കിലും മെഡിക്കൽ രംഗത്ത് AI സാധ്യതകൾ കൂട്ടുകയാണ് ചെയ്യുന്നത്. ഡോക്ടർമാർക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള ഡാറ്റ കൂടുതൽ ലഭിക്കുന്നു. കൂടുതൽ കൃത്യതയുള്ള ചികിത്സ നൽകാൻ കഴിയുന്നു.
മറ്റു പല മേഖലകളിലും ഇത് ബാധകമാണ്. ഗൂഗിൾ മാപ്പുകൾ വന്നതോടെ വഴിയരികിലെ ദിശാസൂചികകളാണ് അപ്രസക്തമായത്. ഡ്രൈവർ ഇല്ലാതെ ഓടിക്കാവുന്ന കാറുകളുടെ പരീക്ഷണം അന്തിമഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞു. ഡ്രൈവർമാർ എന്ന വലിയൊരു സമൂഹമാണ് അപ്പോൾ പുതിയ പാത അന്വേഷിച്ച് ഇറങ്ങേണ്ടി വരിക. തൊഴിലെടുക്കുക, അതിന് കൂലി മേടിക്കുക, അതുകൊണ്ട് കഞ്ഞി വെക്കുക എന്നാണ് ഇതുവരെ മനുഷ്യനെ പഠിപ്പിച്ച അതിജീവന മന്ത്രം. പണമുള്ളവൻ പണമില്ലാത്തവനെ അടിമകളാക്കി പണിയെടുപ്പിക്കുകയും ആ സമയം അവർ വിനോദങ്ങൾക്ക് ചെലവഴിക്കുകയും ചെയ്യും. ഇനി AI അടിമകളാക്കി പണിയെടുപ്പിക്കും. അപ്പോൾ ശേഷിക്കുന്ന 99% മനുഷ്യർ എന്തു ചെയ്യും? AI കൊണ്ട് പണിയെടുപ്പിച്ച ശേഷം മനുഷ്യന് സിനിമയും ഗാനമേളയും കണ്ട് നടക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമാണ്. പക്ഷേ AI വന്നാൽ അവയുടെ നടത്തിപ്പുകാരായ ഏതാനും മുതലാളിമാർ ഒഴികെ മറ്റുള്ള ആരിലേക്കും സമ്പത്തെത്തില്ല. ശേഷിക്കുന്ന മനുഷ്യർ ജീവിക്കാൻ പുതിയ വഴികൾ കണ്ടെത്തുക തന്നെ വേണം. കൃഷി ഉൾപ്പെടെ AI ഏറ്റെടുത്തു തുടങ്ങി. ഡ്രോണുകളൊക്കെ അതിന്റെ വരവറിയിപ്പാണ്. ഒരു ഘട്ടം കഴിഞ്ഞാൽ സാധാരണ തൊഴിലാളികൾക്ക് മാത്രമല്ല, നേതാക്കന്മാർക്കും AI ഭീഷണിയാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ജയിക്കാതെ ഇലോൺ മസ്ക് അമേരിക്കയുടെ സർക്കാർ കാര്യക്ഷമതാ വകുപ്പിന്റെ തലവനായി. ഇനി മസ്ക് ഉണ്ടാക്കുന്ന AI അമേരിക്കയിലെ ഭരണപരമായ തീരുമാനങ്ങൾ എടുക്കുന്ന കാലവും വിദൂരമല്ലെന്ന് കരുതുന്നവരുണ്ട്. പാവങ്ങൾക്ക് പോകാൻ ചില്ലിക്കാശ് ശമ്പളം കിട്ടുന്ന തൊഴിലേ ഉള്ളൂ. നേതാക്കൾക്ക് രാജ്യഭരണം തന്നെ നഷ്ടപ്പെടാനുള്ള സാധ്യത തുറന്നു കിടക്കുകയാണെന്നതാണ് നഗ്നമായ സത്യം. AI ഉപയോഗിച്ച് മുതലാളിമാർ ഭരണം തുടങ്ങുമ്പോഴായിരിക്കും ശരിക്കുള്ള മുതലാളിത്തം വരുന്നത്. അതുവരെ നമസ്കാരം.